ഇന്നത്തെ വീഡിയോ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നോക്കാം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ്. അരി, പഞ്ചസാര, ഗോതമ്പ് ഇവയിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിനെ സാക്കറൈഡ്സ് എന്നറിയപ്പെടുന്നു. ഈ സാക്കറൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ എന്നാണ് അർത്ഥം. മനുഷ്യന് സ്വന്തമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റങ്ങൾ ചേരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ്സിനെ മോണോസാക്കറൈഡ്സ് എന്നും ഡൈസാക്കറൈഡ്സ് എന്നും ഒളിഗോസാക്കറൈഡ്സ് എന്നും പോളിസാക്കറൈഡ്സ് എന്നും തരംതിരിച്ചിരിക്കുന്നു. ഒരു ഷുഗർ മോളിക്യൂൾ മാത്രമുള്ളതാണ് മോണോസാക്കറൈഡ്സ്. കാർബോഹൈഡ്രേറ്റിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് മോണോസാക്കറൈഡ്സ്. 2 മോണോസാക്കറൈഡുകൾ ചേർന്നാണ് ഡൈസാക്കറൈഡുകൾ ഉണ്ടാകുന്നത്. ഡൈസാക്കറൈഡിന് ഉദാഹരണങ്ങളാണ് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് തുടങ്ങിയവ. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസ് മോളിക്യൂളും കൂടെ ചേർന്നതാണ് സൂക്രോസ്. 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ചേർന്നതാണ് മാൾട്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ചേർന്നതാണ് ലാക്ടോസ്. ഇതെല്ലാം ഡൈസാക്കറൈഡിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് ഒളിഗോസാക്കറൈഡ്സ്. 3 മുതൽ 9 വരെയുള്ള ഏത് മോണോസാക്കറൈഡുകൾ ചേർന്നാലും അതിനെ ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയാം. അടുത്തത് പോളിസാക്കറൈഡ്സ്. 10 10ൽ കൂടുതലോ മോണോസാക്കറൈഡുകൾ ചേർന്നതാണ് പോളിസാക്കറൈഡ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചുള്ള പാർട്ട് 1 വീഡിയോ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.